ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ 2 വീഡിയോകളിലായി നമ്മൾ ക്ലീ 2026 സ്റ്റഡി സീരീസിൽ 2 പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളുടെ ഡീറ്റെയിൽ സിലബസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മൾ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ഭാഗത്തു നിന്നുള്ള ഡീറ്റെയിൽ സിലബസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അതിൽ നമ്മൾ പഠിക്കേണ്ട സബ്ജക്റ്റുകൾ പ്രൈമറി സബ്ജക്റ്റായിട്ടും സെക്കൻഡറി സബ്ജക്ട്സ് ആയിട്ടും നമ്മൾ തിരിച്ചു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. പിന്നീട് നമ്മൾ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റായി ഇംഗ്ലീഷ് ഭാഗത്തു നിന്ന് എവിടെ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നതെന്നും എങ്ങനത്തെ തരം ചോദ്യങ്ങളാണെന്നുള്ളത് ഒരു കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇനി നമുക്ക് മൂന്നാമത്തെ പ്രധാനപ്പെട്ട സബ്ജക്റ്റായ ജി കെ ഭാഗത്തിൻ്റെ ഡീറ്റെയിൽ സിലബസ് നമുക്ക് നോക്കാം. ജി കെ ഭാഗത്ത് ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സും കൂടെയാണ് ചോദിക്കേണ്ടാവുക. 27 ചോദ്യങ്ങളാണ് ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് നിന്ന് വരുന്നത്. ഒരു 4-5 നോർമൽ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസാണ് വരിക. ചിലപ്പോൾ എന്ത് ചെയ്യും, അതിൽ കൂടുതലും കറണ്ട് അഫയേഴ്സ് ചോദിക്കാറുണ്ട്. അപ്പോൾ ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് നിന്ന് 27 ചോദ്യങ്ങളാണ്. ടോട്ടൽ 81 മാർക്കിൻ്റെ വെയിറ്റേജ് ഉണ്ട് അല്ലേ. 81 മാർക്സ്, 81 മോസ്റ്റ് വാല്യുബിൾ മാർക്സ്. ഞാൻ പറഞ്ഞില്ലേ, ഓരോ മാർക്കും ഈച്ച് ആൻഡ് എവറി മാർക്ക് ഈസ് വാല്യുബിൾ. ഓരോ മാർക്കിൻ്റെ വില മനസ്സിലാകുന്ന ഒരു പോയിന്റിലേക്ക് നിങ്ങളെ എത്തും. അപ്പോൾ നമുക്ക് ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പഠിക്കണം. കറണ്ട് അഫയേഴ്സ് എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് ഓൾറെഡി ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെൻ്റെ എല്ലാവരും ഡെയിലി പത്രം വായിക്കണം. അതൊരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ആണെങ്കിൽ എത്രയും നല്ലത്. ഇനിയിപ്പോൾ ന്യൂസ് പേപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഇഷ്ടം പോലെ ഓൺലൈനായിട്ടുള്ള മീഡിയാസ് ഉണ്ട്. അതുവഴി നിങ്ങൾ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ കണ്ട് നോട്ട് ചെയ്ത് പഠിച്ചോ. കാരണം ഡെയിലി ബേസിസിൽ നിങ്ങൾ ചെയ്യണം. ഡെയിലി കറണ്ട് അഫയേഴ്സ് നടക്കണം, ചെയ്യണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എക്സാം ആവുന്നത് വരെ നോർമലി ഒരു 1 ഇയർ കറണ്ട് അഫെയർ ആണ് നോർമൽ എന്ത് ചെയ്യുക നമ്മൾ കവർ ചെയ്യും. ഇപ്പോൾ 2026 ഒരു ജൂൺ മാസത്തിലാണ് നമ്മുടെ എക്സാം എന്ന് വിചാരിക്കും നിങ്ങൾ. ഓക്കെ, അപ്പോൾ 2025 ജൂൺ മുതൽ 2026 ജൂൺ വരെ ആ 1 ഇയർ പീരീഡിലുള്ള കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണം, മന്ത്ലി വൈസ് നിങ്ങൾ കവറപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഓരോ ദിവസവും ഡെയിലി നിങ്ങൾ കറണ്ട് അഫെയർ നോട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി കുറച്ച് എളുപ്പമാണ്. നിങ്ങൾക്ക് പിന്നീട് അത് റിവൈസ് ചെയ്താൽ മതി. ഇതിപ്പം നോട്ട് ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾ അവസാനം ഇതെല്ലാം വരും നിങ്ങൾ എന്ത് ചെയ്യണം, തപ്പിപ്പിടിച്ച് ഉണ്ടാക്കേണ്ടി വരും. ഡെയിലി നോക്കി പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നിങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കേണ്ടത് നമ്മുടെ ഈ ലീഗൽ ഫീൽഡിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം അൾട്രാ ഡൈനാമിക് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് ലീഗൽ ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ 27 ക്വസ്റ്റ്യൻസ്, 81 മാർക്സ്. അപ്പോൾ ഈ 81 മാർക്സ് പോക്കറ്റിലാക്കാനുള്ള എന്തൊക്കെയാണ് നോക്കേണ്ടത്, ഏതൊക്കെ ഭാഗങ്ങളാണ് നോക്കേണ്ടത് നമുക്ക് നോക്കാം. അതിലെ ടോപ്പിക്സ് ഞാൻ പറയാം. ജി കെ എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള കടൽ പോലെ കിടക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ടെൻഷനാക്കാൻ പറയുന്നത് അല്ലാതെ അങ്ങനെ റിയാലിറ്റി എപ്പോഴും നമ്മൾ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണം. ജി കെ PSC പഠിക്കുന്ന കുറച്ച് പേരെങ്കിലും ഈ വീഡിയോ കാണുന്നവരുണ്ടാവും. നിങ്ങൾക്കറിയാം ജി കെ എന്ന് പറയുന്നത് വളരെ വലിയൊരു സബ്ജക്റ്റാണ്. ഇതിൽ ഇഷ്ടംപോലെ പഠിക്കാനുള്ള ഒരു ഭാഗമാണ്. ബട്ട് കഴിഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചില ഭാഗങ്ങളിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങൾ പഠിക്കാണ്ടിരിക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ചില ഭാഗങ്ങളിൽ നിന്ന് ഗ്യാരണ്ടി ആയിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ 1-2 ചോദ്യം അതിൽ നിന്ന് വന്ന ഒരു 6 മാർക്ക് നിങ്ങളുടെ പോക്കറ്റിലായില്ലേ, അല്ലെങ്കിൽ 3 ചോദ്യം കിട്ടി 9 മാർക്ക് പോക്കറ്റിലായില്ലേ. അപ്പോൾ നമ്മൾ ഈ 81ലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഓരോ ചെറിയ ബ്രിക്ക് വഴി എന്ത് ചെയ്യണം, നമ്മളത് ബിൽഡ് ചെയ്തെടുക്കണം നമ്മൾ. അപ്പം ഇതിലെ കുറച്ച് ടോപ്പിക്സ് ഞാൻ ഹോട്ട് ടോപ്പിക്സ് എന്ന് ഞാൻ പറയണം. ഓക്കെ, ഈ ടോപ്പിക്ക് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഞാൻ ജി കെ ഒന്നും പഠിക്കാതെ പോയില്ലെങ്കിലും ഈ ടോപ്പിക്കുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കുക. എല്ലാം പഠിക്കണം കേട്ടോ, നിങ്ങളൊന്നും പഠിക്കാതെ പോകരുത് കേട്ടോ, എല്ലാം നോക്കണം. ബട്ട് ഒരു വഴിയില്ല, ഒരു രക്ഷയില്ല, ഒന്നും ചെയ്യാനില്ല. എന്നിരുന്നാലും ഇനിയും പറയാൻ ടോപ്പിക്സ് എന്തായാലും ഈ ഹോട്ട് ടോപ്പിക്സ് നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കിയിരിക്കണം. അതിൽ ഒന്നാണ് യുണൈറ്റഡ് നേഷൻസ് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. യുണൈറ്റഡ് നേഷൻസ് പ്രധാനമായിട്ട് ICJ, യുണൈറ്റഡ് നേഷൻ്റെ ജുഡീഷ്യൽ ബോഡിയാണ് നമ്മൾ ICJ, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. നമ്മളെ ഇടയ്ക്കൊക്കെ നമ്മൾ വാർത്തയിൽ കാണുന്നതാണ് ICJ. പിന്നെ അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസിന് അതിൽ ഓർഗൻസ് ഉണ്ട്, പ്രിൻസിപ്പൽ ഓർഗൻസ് ഉണ്ട്. പിന്നെ സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് ഉണ്ട്, യുനെസ്കോ, യൂണിസെഫ് പോലെ സ്പെഷ്യലൈസ്ഡ് ഏജൻസി, അവരുടെയൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്. ഇതൊക്കെയാണ് പൊതുവായിട്ട് ചോദ്യങ്ങൾ. പിന്നെ ICJ ആയി ജുഡീഷ്യൽ ഓർഗൻ ആയതുകൊണ്ടും നമ്മൾ എഴുതുന്ന ലോ എൻട്രൻസ് ആയതുകൊണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഭാഗത്ത് നിന്ന്. അപ്പോൾ UN കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കണം, എല്ലാം പഠിച്ചു വയ്ക്കണം അതിൽ. ഓക്കെ,
എന്താ പഠിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ പ്രിൻസിപ്പൽ ഓർഗൻസ് നോക്കണം, അതിൻ്റെയൊക്കെ എവിടെ അതിൻ്റെ ആസ്ഥാനം നോക്കണം, അതിൻ്റെയൊക്കെ സെക്യൂരിറ്റി കൗൺസിൽ എത്രയൊക്കെയാണ് പെർമനൻറ്റ് മെമ്പേഴ്സ്, നോൺ പെർമനൻറ്റ് മെമ്പേഴ്സ്, അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. സ്പെഷ്യലൈസ്ഡ് ഏജൻസീസിൻ്റെ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്, അതുള്ള കംപ്ലീറ്റ് ഫാക്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, യുണൈറ്റഡ് നേഷൻസിനെ പറ്റി നിങ്ങൾ അറിയണം. സ്ഥിരമായിട്ട് ഒരു 2 ചോദ്യം 3 ചോദ്യം അത് യുണൈറ്റഡ് നേഷൻസ് ഉണ്ടാവുക. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് റിവൈസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക്. പിന്നെ സോളാർ സിസ്റ്റം, ഈ സോളാർ സിസ്റ്റത്തിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനറ്റ്സും അതിൻ്റെ നിക് നെയിംസും. മോർണിംഗ് സ്റ്റാർ ഏതാ, ഈവനിങ് സ്റ്റാർ ഏതാ, ഇല്ലേ, റെഡ് പ്ലാനറ്റ് ഏതാ, അങ്ങനെ ചോദിക്കും. പിന്നെ അതുപോലെ തന്നെ നാസ, ISRO അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാൻ. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഏതെങ്കിലും സാറ്റലൈറ്റോ റോക്കറ്റോ ഏതെങ്കിലുമൊക്കെ വിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കണം. അപ്പോൾ സോളാർ സിസ്റ്റം പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ നാസ, ISRO അതുപോലെ തന്നെ പ്ലാനറ്റ്സ്, റീസെൻ്റായി നടക്കുന്ന ഡെവലപ്മെൻറ്റ്സ് അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങൾ. ഓക്കെ. പിന്നെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ സ്ഥിരമായിട്ട് ചോദ്യം വരുന്നൊരു ഏരിയയാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും 1 or 2 ചോദ്യം ആ ഭാഗത്തുണ്ട്. ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ നിങ്ങൾ എന്തായാലും, ഫ്രീഡം സ്ട്രഗിൾ എന്ന് പറയുന്നത് വലിയ ടോപ്പിക്കാണ്. അത് നിങ്ങൾ പരമാവധി എല്ലാം നിങ്ങൾ പഠിച്ചു വയ്ക്കുക. പ്രധാനപ്പെട്ട ഡേറ്റുകൾ. ഇപ്പോൾ കഴിഞ്ഞ മുന്നത്തെ വർഷം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജാലിയൻ വാലാബാഗ് മസാക്കർ എന്നാണ് ഉണ്ടായതെന്നുള്ള ചോദ്യമാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും അത് എന്ത് ചെയ്യുന്നുണ്ട്, അതിനെപ്പറ്റി ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ അല്ലെങ്കിൽ ഫ്രീഡം സ്ട്രഗിൾ നിങ്ങൾ എന്തായാലും പഠിച്ചു വെച്ചോ, ഗ്യാരണ്ടി ആയിട്ട് 1 or 2 ചോദ്യം അതിൽ നിന്ന് കിട്ടും. ഈ കൂടുതൽ ചോദ്യങ്ങൾ കിട്ടിയാലെന്നുള്ളൂ. പിന്നെ കറണ്ട് അഫയേഴ്സ് ഞാൻ പറഞ്ഞില്ലേ, കറണ്ട് അഫയേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, ഡെയിലി നിങ്ങൾ വായിക്കാൻ വേണം. പത്രം വായിക്കുകയും പത്രം അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയസ് എങ്ങനെ ആയാലും എന്ത് ചെയ്യുക, നിങ്ങൾ കറണ്ട് അഫയേഴ്സ് നോട്ട് ചെയ്ത് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. പിന്നെ ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഉണ്ട്. യൂട്യൂബ് ചാനൽസും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ മീഡിയാസൊക്കെ ഉണ്ട്. അതുവഴി എന്ത് ചെയ്യുക, ഒതൻറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള കറക്റ്റായിട്ട് ഇൻഫോർമേഷൻ കൊടുക്കുന്ന സ്ഥലങ്ങളിൽ നോക്കി നിങ്ങൾ പഠിക്കുക. ഒരുപാടുള്ള ഫേക്ക് ആയിട്ടുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന സൈറ്റുകളുണ്ട്. അവിടെ നിന്നും പോയി നിങ്ങൾ നോട്ട് ചെയ്ത് തെറ്റ് പഠിച്ചു വെച്ചേക്കരുത്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഡെയിലി ബേസിസ് നിങ്ങൾ നോട്ട് ചെയ്ത് പോകുക. കറണ്ട് അഫയേഴ്സ് ഡെയിലി ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു ബോധ്യം നമുക്ക് വേണം. ആസ് എ ലോ സ്റ്റുഡൻറ്റ്, ആസ് എൻ അഡ്വക്കേറ്റ്, നമ്മൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ പറ്റി പ്രോപ്പറായിട്ടുള്ള നോളജ് നമുക്ക് വേണം. ഓക്കെ. നമ്മളൊരു ബബിളിലല്ല ജീവിക്കുന്നത്, നമ്മൾ സോഷ്യൽ എഞ്ചിനീയേഴ്സ്. ഓക്കെ. ഇനി പിന്നെ വരുന്ന സ്ഥിരമായിട്ട് ചോദ്യം ചോദിക്കുന്ന ഏരിയ റിവേഴ്സ്, ലേക്സ്, ഡാംസ്, വാട്ടർഫോൾസ്. റിവേഴ്സിനെ പറ്റിയുള്ള GK ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ ലേക്സ്, അതിൻ്റെ ലൊക്കേഷൻ, അതിനെപ്പറ്റി ചോദ്യം. പിന്നെ ഡാംസ്, ഏത് റിവറിന് കുറുകെയാണ് ഇന്ന ഡാം, അങ്ങനത്തെ ചോദ്യങ്ങൾ. അപ്പോൾ മേട്ടൂർ ഡാം ഏത് റിവറിന്, ഇപ്പോൾ സർദാർ സരോവർ ഡാം ഏത് റിവറിന് കുറുകെ, അക്രോസ് വിച്ച് റിവർ, അങ്ങനത്തെ ചോദ്യങ്ങൾ. അപ്പോൾ റിവേഴ്സ്, ലേക്സ്, ഡാംസ്, വാട്ടർഫോൾസ് ആ ഭാഗങ്ങൾ നിർബന്ധമായി പഠിക്കണം. പിന്നെ ഇമ്പോർട്ടൻ്റ് അവാർഡ്സ്, പ്രധാനപ്പെട്ട അവാർഡുകൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട അവാർഡ് നൊബേൽ പ്രൈസ്. അതുമായി ബന്ധപ്പെട്ടുള്ള GKകൾ. പിന്നെ അതുപോലെ തന്നെ ആ എന്താ പറയുക, ഈ അവാർഡ്സ് റീസെൻ്റായിട്ട് ആർക്കാണ് കിട്ടിയത് അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഞാൻ പറഞ്ഞു 2025 തൊട്ട് 26 പകുതി വരെ, അതുവരെയുള്ള ഈ അവാർഡുകൾ കിട്ടിയ ആൾക്കാരെ പറ്റി നിങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കി തന്നെ നിങ്ങൾ എന്തെങ്കിലും പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ഹോട്ട് ടോപ്പിക്കാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും പ്രധാനപ്പെട്ട വകുപ്പുകൾ, പോർട്ട്ഫോളിയോസ് ആരാണ് ഹോൾഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ലോ മിനിസ്റ്റർ ആരാ, സെൻട്രൽ ലോ മിനിസ്റ്റർ ആരാ, സ്റ്റേറ്റ് ലോ മിനിസ്റ്റർ ആരാ, അതുപോലെ കീ പൊസിഷൻസ്, കീ ക്യാബിനറ്റ് പൊസിഷൻസ് ആരാണ് ഹോൾഡ്, ഏത് മിനിസ്റ്ററാണ് ഹോൾഡ്, അത് നിങ്ങൾ എന്ത് ചെയ്യണം, ലിസ്റ്റ് ഉണ്ടാക്കി തന്നെ നിങ്ങൾ പഠിക്കണം നിങ്ങൾ സ്ഥിരമായിട്ട്. അപ്പം ഇതൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെയാണ് ഹോട്ട് ടോപ്പിക്സ്. ഇതിനെ ഹോട്ട് ടോപ്പിക്സ് എന്ന് വിളിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ്, സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നൊരു ഭാഗമാണ്. ഗ്യാരണ്ടി ആയിട്ട് നിങ്ങൾക്ക് എന്ത്, ഇപ്പോൾ ഇവിടെ തന്നെ ഒരു 6 ടോപ്പിക് ഉണ്ട്. 6 ടോപ്പിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു 2 ചോദ്യം വെച്ച് കിട്ടി, 12 ചോദ്യം കിട്ടിയ 12 × 3 36 മാർക്കായി അവിടെ, ഇല്ലേ, 36 മാർക്സായി അവിടെ. ഓക്കെ. അപ്പോൾ കൃത്യമായിട്ട് വ്യക്തമായിട്ട് എന്ത് ചെയ്യുക, ഈ ടോപ്പിക്സ് നിങ്ങൾ ബാക്കി ടോപ്പിക്സ് പഠിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ഈ ടോപ്പിക്സ് നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കണം. ഇനി ഇതാണ് ഹോട്ട് ടോപ്പിക്സ്. ഇനി ബാക്കി വേറെ ഏതൊക്കെ GK ടോപ്പിക്സിൽ നിന്നാണ് പൊതുവെ ചോദ്യം വരാറുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് സ്റ്റേറ്റ്, കൺട്രീസ് ആൻഡ് ദെയർ ക്യാപിറ്റൽസ്. ഇന്ത്യൻ സ്റ്റേറ്റ്സും അതിൻ്റെ ക്യാപിറ്റൽസ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സ്, ഒരു 7 നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സിന് അവരുടെ ക്യാപിറ്റൽസ് ആണ് പൊതുവെ എന്ത് ചെയ്യുന്നുണ്ട് ചോദ്യം. ഇപ്പോൾ മിസോറാമിൻ്റെ ക്യാപിറ്റൽ ഏതാണ്, അരുണാചൽ പ്രദേശിൻ്റെ ക്യാപിറ്റൽ, ആ 7 സിസ്റ്റേഴ്സ് 7 സ്റ്റേറ്റ്സിൻ്റെ ക്യാപിറ്റൽസ് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം. അപ്പോൾ എല്ലാ സ്റ്റേറ്റ്സിൻ്റെയും ക്യാപിറ്റൽസും യൂണിയൻ ടെറിട്ടറീസിൻ്റെ ക്യാപിറ്റൽസ് അറിഞ്ഞിരിക്കണം. ആ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സിന് സ്പെഷ്യൽ സ്ട്രെസ് കൊടുക്കുക. പിന്നെ കൺട്രീസ്, വേൾഡ് കൺട്രീസ്, വേൾഡിൽ 10-200 അത്രയും കൺട്രീസ് ഉണ്ട്. അത്രയും കൺട്രീസിൻ്റെ എല്ലാം ക്യാപിറ്റൽസ് പഠിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. ബട്ട് ഫേമസ് ആയിട്ടുള്ള ചില കൺട്രീസ് ഉണ്ട്. ഇപ്പം റീസെൻ്റായിട്ട് വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന ചില കൺട്രീസ്, അവരുടെയൊക്കെ ക്യാപിറ്റൽസ്, അതുപോലെ തന്നെ ക്യാപിറ്റൽസ് മാത്രമല്ല, ആ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന കൺട്രീസ് ഇല്ലേ, ഇപ്പോൾ ഫേമസ് ആയിട്ട് നിൽക്കുന്ന കൺട്രി, അവിടുത്തെ പ്രസിഡന്റ് ആരാ, പ്രൈം മിനിസ്റ്റർ ആരാന്ന് അറിഞ്ഞിരിക്കണം.
അവിടുത്തെ ആ രാഷ്ട്രതലവൻ ആരാ നിങ്ങൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. പിന്നെ ഇന്ത്യൻ ആൻഡ് വേൾഡ് ജോഗ്രഫി. ഇന്ത്യൻ ജോഗ്രഫി നിങ്ങൾ പഠിക്കണം, വേൾഡ് ജോഗ്രഫി പഠിക്കണം. ഇത് വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പരമാവധി പറ്റുന്ന പോലെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു. പിന്നെ ജനറൽ സയൻസ്. ജനറൽ സയൻസ് എന്ന് പറയുമ്പോൾ അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വരും. ബയോളജിയിൽ പ്രധാനമായിട്ട് ഞാൻ പൊതുവായിട്ട് കണ്ടുവന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ഡിസീസസ് അത് അഫക്റ്റ് ചെയ്യുന്ന ഓർഗൺ ഏതാ, അതുപോലെ തന്നെ ആ ഡിസീസസിൻ്റെ ഫുൾ ഫോമുകൾ. ഇപ്പോൾ സാർസിൻ്റെ സാർസിൻ്റെ ഫുൾ ഫോം, എയ്ഡ്സിൻ്റെ ഫുൾ ഫോം, അങ്ങനത്തെ ചോദിക്കാറുണ്ട്. പിന്നെ ഓരോ ഡിസീസും ഏത് ഓർഗാനിസം, അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണോ അത് കോസ് ചെയ്യുന്ന ഓർഗാനിസം അങ്ങനെ ചോദിക്കുക. പിന്നെ അതുപോലെ വൈറ്റമിൻസിൻ്റെ ഭാഗത്ത് നിന്ന് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരാം. ഒരു വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന രോഗം, വൈറ്റമിൻസ് അതിൻ്റെ ഡെഫിഷ്യൻസി, അത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എന്തായാലും നിങ്ങൾ നോട്ട് ഉണ്ടാക്കി നിങ്ങൾ പഠിച്ചു. പിന്നെ ബുക്സ്, അതിൻ്റെ ഓതേഴ്സ്, ഫേമസ് ആയിട്ടുള്ള ബുക്സ്, അത് ആരാ ഓതർ ചെയ്തിരിക്കുന്നത്. പിന്നെ കേരള ഹിസ്റ്ററിയിൽ നിന്ന് ഗ്യാരണ്ടി ആയിട്ട് ഒരു ചോദ്യങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. അപ്പോൾ കേരള ഹിസ്റ്ററി നിങ്ങളെ പറ്റുന്ന പോലെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. പിന്നെ സ്പോർട്സ് GK, സ്പോർട്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള GK. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരുപാട് ടൂർണമെൻറ്റുകൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒളിമ്പിക്സ്, അങ്ങനത്തെ ഇഷ്ടംപോലെ ക്രിക്കറ്റ്, ഫുട്ബോൾ, അങ്ങനത്തെ ഒരുപാട് ടൂർണമെൻറ്റ്, കേൾക്കാത്ത കുറേ സ്പോർട്സിൻ്റെയൊക്കെ ടൂർണമെൻറ്റുകൾ നടക്കുന്നുണ്ട്. ആ ടൂർണമെൻറ്റ് എവിടെയാണ് നടക്കുന്നത്, അതിൻ്റെ വെന്യൂ, അതിലാരാണ് ചാമ്പ്യൻസ്. ഇപ്പോൾ T20 വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. T20 വേൾഡ് 2026 ഇന്ത്യയാണ് ഹോസ്റ്റ് കൺട്രി, വെന്യൂ ഇന്ത്യയാണ്. ഇന്ത്യ ശ്രീലങ്കയാണ് വെന്യൂ. അപ്പോൾ അതിലാരാ ചാമ്പ്യൻസ് ആവണ, സെമിഫൈനലിലെത്തി, അതിലാരാ ചാമ്പ്യൻസ് ആവാൻ പോകുന്നത്, അതൊക്കെ അറിഞ്ഞിരിക്കും. അതുപോലെ വേറെ ടൂർണമെൻറ്റുകൾ നടക്കുന്നുണ്ട്, അത് ആരാ ചാമ്പ്യൻസ്, റണ്ണേഴ്സ് അപ്പോൾ ആരാണ്, അത് എവിടെയാണ് അതിൻ്റെ വെന്യൂ, ഇനി നടക്കാൻ പോകുന്ന ഇനിയിപ്പോൾ ഏതെങ്കിലും ഏഷ്യൻ ഗെയിംസോ, അതുപോലെ തന്നെ ഒളിമ്പിക്സോ, സമ്മർ ഒളിമ്പിക്സ്, വിൻ്റർ ഒളിമ്പിക്സോ ഒക്കെ. അപ്പോൾ ഇങ്ങനെ സ്പോർട്സായി ബന്ധപ്പെട്ടുള്ള കംപ്ലീറ്റ് GKകൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പഠിച്ചു വയ്ക്കണം. ഇപ്പോൾ പ്രസൻറ്റ് ഈ ചാമ്പ്യൻഷിപ്പ്, ഇപ്പോൾ 2025 IPL വിന്നർ ആരാണ്, വേണ്ട കറണ്ട് അഫയേഴ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ നിക്ക് നെയിംസ്, ഇപ്പോൾ പ്രധാനപ്പെട്ട സിറ്റീസ് അതിന് നിക്ക് നെയിംസ് ഉണ്ട്, പ്രധാനപ്പെട്ട കൺട്രീസ് അതിന്. ഇപ്പോൾ ലാൻഡ് ഓഫ് റൈസിംഗ് സ്റ്റാർ ജപ്പാൻ, അങ്ങനത്തെ കുറേ കൺട്രീസ് ആൻഡ് നിക്ക് നെയിംസ് ഉണ്ട്. ഫേമസ് സിറ്റീസ് ഉണ്ട് ഇല്ലേ, സിറ്റി ഓഫ് ലേക്സ്, പിങ്ക് സിറ്റി ജയ്പൂരാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയാം. പിന്നെ മോണുമെൻറ്റ്സ്, ഇന്ത്യയിൽ ഒരുപാട് സ്മാരകങ്ങളുണ്ട്, ഒരുപാട് മോണുമെൻറ്റ്സ് ഉണ്ട് ഇല്ലേ, പുരാതനമായ ആ മോണുമെൻറ്റ്സ് ഒക്കെ അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, അല്ലെ ആ മോണുമെൻറ്റ്സിൻ്റെ പ്രാധാന്യം എന്താണ്, അത് വേൾഡ് ലെവലിലും പഠിക്കണം, ഇന്ത്യൻ ലെവലിലും നിങ്ങൾ പഠിക്കണം. പിന്നെ റീസെൻ്റ് എലക്ഷൻസ്, ഇതാണ് ഞാൻ പത്രം വായിക്കണം എന്നുള്ളൊരു കാര്യം നിർബന്ധം പിടിച്ചത്. ഇപ്പോൾ റീസെൻ്റായി നടക്കുന്ന എലക്ഷൻസ് എവിടേക്കാണ്, അത് വേൾഡ് ലെവലിലും ഇന്ത്യൻ ലെവലിലും അറിഞ്ഞിരിക്കണം. ആ എലക്ഷൻ ജയിച്ച് അവിടെ ആരെയാണ് ചീഫ് മിനിസ്റ്ററോ പ്രൈം മിനിസ്റ്ററോ പ്രസിഡൻറ്റോ ആയിരിക്കുന്നത്. ഇപ്പോൾ ചില രാജ്യങ്ങൾക്ക് പ്രസിഡൻ്റാണ് തലവൻ, ചില രാജ്യങ്ങളിൽ പ്രൈം മിനിസ്റ്ററാണ് തലവൻ. അപ്പോൾ അതൊക്കെ ആരാന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കവർ ചെയ്ത് നോക്കി വയ്ക്കുക. പിന്നെ എക്കണോമിക്സ് അറിഞ്ഞിരിക്കണം. ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഒരെണ്ണം ഞാൻ പറഞ്ഞു, UN. പിന്നെ വേറെ ഓർഗനൈസേഷൻ നാറ്റോ, ഇഷ്ടംപോലെ വേറെയും, ആംനസ്റ്റി ഇൻ്റർനാഷണൽ പോലത്തുള്ള, റെഡ് ക്രോസ് പോലത്തെ വേൾഡ് ഫേമസ് ഓർഗനൈസേഷൻ, അവരുടെയൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയെന്നാണ് പൊതുവെ ചോദിക്കാറ്. ബാക്കിയുള്ള ഫാക്റ്റുകൾ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചു വെക്കണം നിങ്ങൾ. പിന്നെ പൊതുവായിട്ട് വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും ടോപ്പിക്സാണ് പ്രധാനമായിട്ട് GKയിൽ നിങ്ങൾ നോക്കി വെക്കേണ്ടത്. വേറെയും ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞത് GK എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ബട്ട് കോൺസെൻട്രേറ്റ് ഓൺ സം ഏരിയാസ് നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ട് ചോദ്യങ്ങൾ വരുന്ന കുറച്ച് ഏരിയാസ്, അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വെക്കുക. ബാക്കിയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പറ്റുന്ന പോലെയൊക്കെ പഠിച്ചു വയ്ക്കുക. പിന്നെ GK പഠിക്കുക എന്ന് പറയുന്നത് അതൊരു വെല്ലുവിളിയാണ്, അത് ഞാൻ ഓപ്പൺലി ഞാൻ സമ്മതിക്കുകയാണ്. ബിക്കോസ് അത് വെല്ലുവിളിയാണുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാസ്റ്റ്നെസ്സാണ്, വലിപ്പമാണ്, കടൽ പോലെ ഇങ്ങനെ കിടക്കുകയാണ്. ബട്ട് കുറച്ച് പേഷ്യൻസ് കാണിക്കുക, ക്ഷമ കാണിക്കുക. എല്ലാ GK ക്വസ്റ്റ്യനും നമുക്ക് അറിയണമെന്നില്ല ഇല്ലേ, നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. ഇപ്പോൾ അറിയുന്ന എല്ലാ GK ക്വസ്റ്റ്യനും എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയണ്ടാവില്ല. അപ്പോൾ ക്ഷമ കാണിക്കുക. എല്ലാം എനിക്കൊന്നും അറിയില്ല, ഞാൻ റോബോട്ടൊന്നും അല്ല എന്നുള്ളൊരു സ്വയം ഒരു തിരിച്ചറിവ് ഉണ്ടാക്കിയെടുക്കുക. അറിയാത്ത സാധനം കണ്ടെത്തി പഠിക്കുക, അത്രയേ ഉള്ളൂ. അറിയാത്ത സാധനം കണ്ടെത്തി പഠിക്കുക. അടുത്ത തവണ ആ ചോദ്യം വരുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പോൾ GK എന്ന് പറഞ്ഞ വാസ്റ്റായിട്ട് ഏരിയ, എല്ലാ ചോദ്യങ്ങളും എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അത് അക്സെപ്റ്റ് ചെയ്യുക, വർക്ക് ചെയ്യുക, ക്ഷമയോടെ വർക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് കാണിക്കുക. ഇൻട്രസ്റ്റാണ് എല്ലാത്തിൻ്റെയും കീ. എനിക്കിപ്പോൾ ഞാൻ എൻട്രൻസ് എഴുതുമ്പോൾ എനിക്ക് ലോ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റ് GK പഠിക്കാനായിരുന്നു. GK പുതിയ ഓരോരോ അറിവുകൾ കിട്ടുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടുന്നു. ഒരു ഇൻട്രസ്റ്റോടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ GK പഠിക്കുക. ഇത്രയധികം പഠിക്കാനില്ലേ, ഇതെന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ള മൈൻഡ് സെറ്റിൽ പഠിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്കിത് എടുക്കാൻ പറ്റില്ല. കറക്റ്റായിട്ടുള്ള റൈറ്റ് സെറ്റ് ഓഫ് മൈൻഡ് സെറ്റിൽ എന്ത് ചെയ്യുക, അത് പഠിക്കുക. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾ നോക്കുക. കഴിഞ്ഞൊരു 5 വർഷത്തെ ചോദ്യപേപ്പർ, മിനിമം ഒരു 5 വർഷത്തെ ചോദ്യപേപ്പർ കംപ്ലീറ്റ് നോക്കുക നിങ്ങൾ.
കംപ്ലീറ്റ് നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. അതിലെ GK ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഒരു GK ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ മാത്രമല്ല പഠിക്കുന്നത്. ഞാൻ പറയാറുള്ള സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിൻ്റെ ക്യാപിറ്റൽ ഒരു 4 ഓപ്ഷൻസ് തരും. അപ്പോൾ പോർട്ട് ബ്ലെയർ ആണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിൻ്റെ ക്യാപിറ്റൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് മാത്രമല്ല ഇന്ത്യയിൽ യൂണിയൻ ടെറിട്ടറി ആയിട്ട് വേറെയും 7 യൂണിയൻ ടെറിട്ടറി ഉണ്ട്. അപ്പോൾ ആ മറ്റുള്ള യൂണിയൻ ടെറിട്ടറീസിൻ്റെ ക്യാപിറ്റൽ പഠിക്കണം. കാരണം ഒരു സാധനം പഠിക്കുമ്പോൾ അതുമായി അസോസിയേറ്റ് ചെയ്ത് ചുറ്റി നടക്കുന്ന മറ്റുള്ള ഫാക്റ്റുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ കഴിഞ്ഞ വർഷം ആൻഡമാൻ ആൻഡ് നിക്കോബാറിൻ്റെ ക്യാപിറ്റൽ ചോദിച്ചു, ചിലപ്പോൾ ഈ വർഷം ലക്ഷദ്വീപിൻ്റെ ആയിരിക്കും ക്യാപിറ്റൽ ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിന് മാത്രം ക്യാപിറ്റൽ പഠിച്ചു വെച്ചാൽ കാര്യമുണ്ടോ? നിങ്ങളത് കവർ ചെയ്ത് ബാക്കിയുള്ള യൂണിയൻ ടെറിട്ടറിയും കൂടെ ക്യാപിറ്റൽ പഠിക്കുകയാണെങ്കിൽ ലക്ഷദ്വീപിൻ്റെ ക്യാപിറ്റൽ കവരത്തിയാണെന്ന് അറിഞ്ഞാൽ എനിക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റില്ലേ? സോ എന്ത് ചെയ്യുക, ഒരു മാട്രിക്സ് പോലെ പഠിക്കുക. ഒരു സാധനം പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങളും അറിഞ്ഞിരിക്കുക. അങ്ങനെയുണ്ട്. പിന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ. പിന്നെ അതുപോലെ GK പഠിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് തേടാം. നിങ്ങൾക്കിപ്പോൾ PSC പഠിക്കുന്ന ചേട്ടന്മാരും ചേച്ചിമാരുണ്ടാവും, അവരുടെ അടുത്ത് നിന്ന് ഹെൽപ്പ് ചോദിക്കുക. അവരത് മലയാളത്തിലായിരിക്കും പഠിക്കുന്നുണ്ടാവുക. ബട്ട് മേക്ക് ഇറ്റ് ഷുവർ സ്റ്റഡി ഇറ്റ് ഇൻ ഇംഗ്ലീഷ്. അത് ഞാൻ നിർബന്ധം മാൻഡേറ്ററി ആയിട്ട് ഞാൻ പറയാം. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലാണ്. അപ്പോൾ GKയും കറണ്ട് അഫയേഴ്സും പഠിക്കുമ്പോൾ ഒരിക്കലും മലയാളത്തിൽ എഴുതി പഠിച്ചേക്കരുത്. ഇംഗ്ലീഷ് തരം നിർബന്ധമായിട്ട് എഴുതി പഠിക്കണം. എന്നാലാണ് എക്സാമിൽ എത്തുമ്പോൾ അത് കണക്ഷൻ കിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ കറണ്ട് അഫയേഴ്സും GKയും ഇംഗ്ലീഷ് തന്നെ നിർബന്ധമായിട്ട് മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ പഠിക്കാം. ഇപ്പോൾ ഈ PSC ബുക്സൊക്കെ ഒട്ടുമിക്കതും മലയാളത്തിൽ തന്നെ ആയിരിക്കും. ഓക്കെ. പക്ഷേ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷ് ആക്കി നിങ്ങൾ പഠിക്കുക. പിന്നെ അതുപോലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. GK നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും കാര്യം GK ഇപ്പോൾ സബ്ജക്റ്റ് പഠിച്ച് ഞാൻ പറഞ്ഞില്ലേ, അതിങ്ങനെ കിടക്കുകയാണ്. ഞാൻ ചെയ്യാറുള്ള സ്ട്രാറ്റജി GK പഠിക്കുന്ന ഞാൻ പറയാറുള്ള സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. GK ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഇരുന്ന് ചെയ്യുക. അപ്പോൾ പുതിയ ചോദ്യം വരും, അതറിയില്ല. അപ്പോൾ നമ്മൾ അതിൽ റിസർച്ച് ചെയ്യും, അത് കണ്ടുപിടിക്കും. അപ്പോൾ അതുമായി നമ്മൾ നോക്കുമ്പോൾ വേറെയും കുറേ ചോദ്യങ്ങളുടെ ആൻസർ ഉത്തരങ്ങൾ നമുക്ക് കിട്ടും. നമുക്ക് അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഒരു ഇത്ര ഞാനൊരു കറക്റ്റ് നമ്പറൊന്നും പറയില്ല, ഒരു ഇത്ര GK ക്വസ്റ്റ്യൻസ് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി നിങ്ങൾ പഠിക്കുക. ഞാൻ GK ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ അല്ല മാത്രമല്ല നിങ്ങൾ പഠിക്കണം. ആ ക്വസ്റ്റ്യൻ പഠിക്കുന്നതിനൊപ്പം തന്നെ അതുമായി അസസറി ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിക്കണം. ഇപ്പം ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൻ്റെ ക്യാപിറ്റൽ പഠിക്കുമ്പോൾ വേറെയും ഇന്ത്യയിലെ യൂണിയൻ ടെറിട്ടറി അതിൻ്റെ ക്യാപിറ്റൽസ് കൂടെ പഠിച്ച് വയ്ക്കണം. ഇല്ലേ, കുറച്ച് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് എഫേർട്ടുള്ള പരിപാടി തന്നെയാണ്. ബട്ട് എഫേർട്ട് ഇടുമ്പോൾ എന്ത് ചെയ്യും, ഗ്രേറ്റർ റിസൾട്ട് കിട്ടും. ഇല്ലേ, നമ്മളെ സംബന്ധിച്ചോളം ആ 4 ഗവൺമെൻറ് ലോ കോളേജ് നമുക്ക് കയറണം. 4 ഗവൺമെൻറ് ലോ കോളേജ് കേരളത്തിലുള്ളൂ. ലിമിറ്റഡ് സീറ്റ്സേ ഉള്ളൂ. അതിലൊരു സീറ്റ് നമുക്ക് വേണം. ഓൾവേസ് എയിം ഫോർ ദ ഫസ്റ്റ് റാങ്ക്. ഞാൻ എൻ്റെ ചാനലിലൂടെ ഞാൻ ഒരിക്കലും എന്ത് ചെയ്യുക, ഒരാളോട് ഞാൻ പറയില്ല നിങ്ങൾ പ്രൈവറ്റിൽ പഠിക്കുക അല്ലെങ്കിൽ നിങ്ങളൊരു മിനിമം മൈൻഡ് സെറ്റിൽ പഠിക്കുക എന്ന് ഞാൻ പറയാറില്ല. പ്രൈവറ്റ് മോശമാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് ഓൾവേസ് എയിം ഫോർ ദാറ്റ് ഗവൺമെൻറ് മെറിറ്റ്. 4 ഗവൺമെൻറ് കോളേജ് ഉണ്ട്. 4 ഗവൺമെൻറ് കോളേജിൽ ഒരു മെറിറ്റ് സീറ്റ് മേടിച്ച് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കും. ഒരു ഗവൺമെൻറ് കോളേജിൽ പഠിക്കുന്നതിൻ്റെ അത്ര സുഖവും അത്ര രസവും അത്ര ഫ്രീഡവും ഫെസിലിറ്റീസും ഒന്നും വേറെ എവിടെയും കിട്ടത്തില്ല. അത് ഗ്യാരണ്ടി ആയിട്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ എയിം ഫോർ ദ ടോപ്പ് ആൻഡ് ഗെറ്റ് ഇറ്റ്. ചിലപ്പോൾ നിങ്ങൾക്ക് ടോപ്പ് എയിം ചെയ്ത് ഫസ്റ്റ് റാങ്ക് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ താഴത്തുള്ള സെക്കൻഡ് റാങ്കിൽ നിന്ന് കിട്ടും. നിങ്ങൾക്ക് ഓൾവേസ് എയിം ഫോർ ദ ടോപ്പ്. ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും ഹയസ്റ്റ് മൈൻഡ് സെറ്റിൽ നിങ്ങൾ പഠിക്കുക. ഒരു മിനിമൽ മൈൻഡ് സെറ്റിൽ അല്ലെങ്കിൽ 400 മാർക്ക് കിട്ടിയ 400 റാങ്കിൽ വന്ന ഗവൺമെൻറ് കിട്ടും. 400 റാങ്കിൽ വന്ന ഗവൺമെൻറ് ചിലപ്പോൾ കിട്ടാം. ആ 400 റാങ്ക് എയിം ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ 700-ൽ വന്ന് കിടക്കും. അപ്പോൾ ഗവൺമെൻറ് കിട്ടും, അപ്പോൾ ഗവൺമെൻറ് കിട്ടില്ല. അപ്പോൾ സോ ഓൾവേസ് എയിം ഫോർ ദ ഫസ്റ്റ് റാങ്ക്. അപ്പോൾ ഇത്രയാണ് ഇംഗ്ലീഷ് ഭാഗത്തിൽ നിങ്ങൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ്. ഞാൻ പറഞ്ഞില്ലേ, ഇംഗ്ലീഷ് അല്ല, GK ഭാഗത്തൊന്നും പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഞാൻ പറഞ്ഞു. GK പഠിക്കാൻ കുറച്ച് എഫേർട്ട് ഇടണം. ബട്ട് ആ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ നിങ്ങൾക്ക് ഫ്രൂട്ട് കിട്ടും. നിങ്ങൾക്ക് ലീഗൽ എല്ലാവരും പഠിക്കും. അപ്പോൾ അത്ര എല്ലാവർക്കും ഏകദേശം അതിൻ്റെ ഒരു സ്കോർ ഏകദേശം ഒരേ ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും. ഇല്ല, എല്ലാവരും ലോ എൻട്രൻസിൽ എല്ലാവരും ലോ പഠിക്കും. ലോ പഠിക്കാനും കുറച്ച് ഇൻട്രസ്റ്റ് ആണ്. പിന്നെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് എല്ലാവരെ കൊണ്ടും പഠിക്കാൻ പറ്റില്ല. ബട്ട് 5 ഇയർ എഴുതുന്ന കുട്ടികൾ, കൂടുതൽ പ്ലസ് ടുവിലുള്ള കുട്ടികൾക്ക് അവർ കുറച്ചുകൂടി ഇംഗ്ലീഷിൽ കുറച്ചൊരു സ്ട്രെങ്ത് ഉണ്ടാവും. അപ്പോൾ ഇംഗ്ലീഷിലും സ്കോറ് വേരിയേഷൻസ് ഉണ്ടാവുമെങ്കിലും ബട്ട് അതിൽ വലിയ വേരിയേഷൻ ഇല്ല. ബട്ട് GKയിലേക്ക് വരുമ്പോഴാണ് കാര്യമുള്ളത്. GK സത്യം പറഞ്ഞു കഴിഞ്ഞാൽ GK കുറേയൊക്കെ ഭാഗ്യം കൂടിയാണ് ഇല്ലേ. നമ്മൾ പഠിച്ച ഭാഗത്തു നിന്നാണ് ഒരു ക്വസ്റ്റ്യൻ വരുമെങ്കിൽ എന്ത് ചെയ്യുക, അത് അടിപൊളിയായി. GK എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. ചിലപ്പോൾ നമ്മൾ ഇതുവരെ കേൾക്കാത്ത ഒരു ചോദ്യമൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ എക്സാമിന് മുമ്പ് വരുന്നുണ്ടാവുക. അപ്പോൾ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റും, നമ്മളത് ലീവ് ചെയ്യും. നോ അതർ ചോയ്സ്.
അപ്പോൾ കുറേയൊക്കെ ലക്കിൻ്റെ ഒരു ഫാക്ടറും കൂടിയാണ് ഈ GK ക്വസ്റ്റൻ. അപ്പോൾ 27 ക്വസ്റ്റ്യൻസിൽ 27 നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ബട്ട് ഇഫ് യു ക്യാൻ സ്കോർ 15 to 20 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റി, കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റി, അത് വലിയ അഡ്വാൻറ്റേജ്. ഒരു 20 കറക്റ്റായി കഴിഞ്ഞാൽ തന്നെ ഒരു 80 മാർക്ക് 60 മാർക്കിലേക്ക് എത്തി. അതൊരു വലിയ അഡ്വാൻറ്റേജ്. നിങ്ങളൊരു അഡ്വാൻറ്റേജസ് പൊസിഷനിലേക്ക് എത്തി നിങ്ങൾ. ഓക്കെ, പിന്നെ ഇംഗ്ലീഷ് ഉണ്ട്, ലോ ഉണ്ട്, ഇല്ലേ, പിന്നെ മാത്സ് ഉണ്ട്. എല്ലാ സബ്ജക്റ്റിനും അതിൻ്റേതായ റെലവൻസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ലോ ആണ്, അതിനാണ് നിങ്ങൾ ഗ്രേറ്റർ സ്ട്രെസ് കൊടുക്കേണ്ടത്. ബട്ട് ഈച്ച് സബ്ജക്റ്റ് അതിൻ്റെതായ സിഗ്നിഫിക്കൻസും ഉണ്ട്. ചിലപ്പോൾ ഒരു സബ്ജക്റ്റിൽ മാർക്ക് കുറഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള അടുത്തൊരു സബ്ജക്റ്റിൽ നിന്ന് എന്ത് ചെയ്യും, നിങ്ങൾക്ക് അത് കവറപ്പ് ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് ലോ നിങ്ങളെല്ലാവരും വിചാരിക്കും ലോ അടിപൊളിയായി സ്കോർ ചെയ്യണം, 42 ചോദ്യങ്ങളുണ്ട്. ചിലപ്പോൾ ലോ ഒന്ന് ടഫായെങ്കിൽ എന്ത് ചെയ്യും, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഇംഗ്ലീഷിലും GKയിലും മാത്സിലും അത് ആ മാർക്ക് കവറപ്പ് ചെയ്ത് പോകണം. ഇത് നിങ്ങൾ ബാക്കിയുള്ള സബ്ജക്റ്റുകളൊക്കെ ഒന്നും പഠിക്കാതെ മിനിമലായി പഠിച്ച് ലോ മാത്രം ഏറ്റവും അടിപൊളിയായി പഠിച്ചിട്ട് എക്സാമിന് പോയി, കഷ്ടകാലത്തിൽ ലോ ടഫുമായി. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ പെട്ടുപോയില്ലേ, അവിടെ പെട്ടുപോയി. അപ്പോൾ എല്ലാ സബ്ജക്റ്റിനും ഈക്വൽ വെയിറ്റേജ് ആണ്, ബട്ട് ലോയ്ക്ക് ഒരു എക്സ്ട്രാ സ്ട്രെസ് കൊടുക്കുക. ഓക്കെ, ഗ്രേറ്റർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ മാത്സിൻ്റെ ഡീറ്റെയിൽ സിലബസ് വീഡിയോ ആണ്, ഞാൻ ഇനി ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കേണ്ട വിചാരിക്കും. നമുക്ക് ഇനി അധികം ദിവസങ്ങളില്ല, ദിവസങ്ങളൊക്കെ പടപടപടേന്ന് പോകുന്നുണ്ട്. നമ്മളിപ്പോൾ മാർച്ച് മാസത്തിലേക്ക് കയറി. നമ്മൾ മാർച്ച് കണ്ണടച്ചുകൊണ്ട് മാർച്ചും തീരും, ഏപ്രിലും തീരും, മെയ്യോടെ നോട്ടിഫിക്കേഷൻ വരും, മെയ് അവസാനത്തോടെ പരീക്ഷ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ പ്രോപ്പർ 3 months നമ്മുടെ കയ്യിലുണ്ട്. ആ പ്രോപ്പർ 3 months ഇരുന്ന് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കിത് നേടാൻ പറ്റുള്ളൂ. ഒരു സമയം പോലും വേസ്റ്റ് ചെയ്യാനില്ല. അപ്പോൾ നിങ്ങൾ പറ്റുമ്പോഴൊക്കെ നിങ്ങൾ പഠിക്കുക. പിന്നെ +2 പഠിക്കുന്ന കുട്ടികൾ ഒരുപാട് പേരുണ്ട് എന്നറിയാം. നിങ്ങളുടെ +2 എക്സാമിന് നിങ്ങൾ ഫോക്കസ് കൊടുക്ക്. സമയം കിട്ടുമ്പോഴൊക്കെ കുറച്ച് ലോ എൻട്രൻസിലുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ ചെയ്യും. ഓക്കെ, അപ്പോൾ കൂടുതൽ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ടൻസൊക്കെ ഹെൽപ്ഫുള്ളാണ്, ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ എന്ത് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഞാൻ അപ്പോൾ ഞാൻ ടെലഗ്രാം ചാനലിൽ കൊടുക്കാൻ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇൻസ്റ്റാഗ്രാം ചാനലിൽ ഐഡിയും കൊടുത്തിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് ഇടുക. ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ ബെസ്റ്റ് വിഷസ്, അടിപൊളിയായിട്ട് പഠിക്കുക.